ഓം ശരവണഭവായ നമഃ. സുബ്രഹ്മണ്യ ഭക്തർക്ക് ഏറെ പുണ്യകരമായ മനഃശാന്തിയും ഐശ്വര്യവും നൽകുന്ന ഒന്നാണ് ഷഷ്ഠീവ്രതം. കലിയുഗവരദനായ മുരുകനെ ഉപാസിക്കുന്നതിന് ഇതിലും വലിയൊരു മാർഗമില്ല. ഈ പുണ്യദിനത്തിൽ സ്കന്ദനെ പൂജിക്കുന്നത് കീർത്തിയും ഐശ്വര്യവും പ്രദാനം ചെയ്യും. ശ്രീ സുബ്രഹ്മണ്യ പ്രീതിക്കായി അനുഷ്ഠിക്കുന്ന വ്രതങ്ങളിൽ ഏറ്റവും പ്രശസ്തവും അത്ഭുതകരമായ ഫലസിദ്ധിയുള്ളതുമായ ഒന്നാണ് ഷഷ്ഠീവ്രതം. ഏത് പ്രാർത്ഥനയ്ക്കും ക്ഷിപ്രഫലം നൽകുന്ന ഭക്തന്റെ വിളിപ്പുറത്തെത്തുന്ന കരുണാമയനാണ് ഭഗവാൻ. ശ്രീ സുബ്രഹ്മണ്യ ഉപാസനയുടെ പ്രധാന സവിശേഷത തന്നെ പെട്ടെന്നുള്ള ഫലസിദ്ധിയാണ്. ഷഷ്ഠീവ്രതം നോറ്റ് മുരുകനെ പ്രാർത്ഥിക്കുന്നവരുടെ എല്ലാ ദുഃഖങ്ങളും അതിവേഗം മഞ്ഞുപോലെ ഉരുകിമാറുമെന്നത് അനുഭവസാക്ഷ്യമാണ്. ഈ വർഷത്തെ, അതായത് മകരമാസത്തിലെ അതിവിശേഷമായ ഷഷ്ഠി വരുന്നത് ജനുവരി 24-നാണ്. ഈ ദിവസത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. സൂര്യദേവൻ സാക്ഷാൽ വിഷ്ണുവിന്റെ രൂപം പ്രാപിച്ച പുണ്യദിനമാണിത്. അതുകൊണ്ടുതന്നെ ഈ ഷഷ്ഠിയിൽ സ്കന്ദനെയും സൂര്യനാരായണനെയും പൂജിക്കുന്നത് ജ്ഞാനപ്രാപ്തിക്ക് അത്യുത്തമമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഷഷ്ഠീതിഥി സമയം ശ്രദ്ധിക്കുക. ജനുവരി 24-ന് ഉച്ചയ്ക്ക് 1:48 മുതൽ ജനുവരി 25-ന് പകൽ 1:40 വരെയാണ് തിഥി. ഇനി എങ്ങനെയാണ് ഷഷ്ഠീവ്രതം അനുഷ്ഠിക്കേണ്ടതെന്ന് നോക്കാം. ഷഷ്ഠീവ്രതം അനുഷ്ഠിക്കുന്നവർ തലേദിവസം മുതൽ തന്നെ വ്രതചര്യകൾ തുടങ്ങേണ്ടതുണ്ട്. ശരീരവും മനസ്സും ഒരുപോലെ ശുദ്ധമാക്കി വേണം വ്രതത്തിലേക്ക് കടക്കാൻ. ഷഷ്ഠീ ദിവസം പൂർണ്ണ ഉപവാസം അനുഷ്ഠിക്കുന്നത് ഏറ്റവും ഉത്തമമായി കരുതപ്പെടുന്നു. ജലപാനം പോലും ഒഴിവാക്കി പൂർണ്ണ ഉപവാസമെടുക്കുന്ന ഭക്തരും ധാരാളമുണ്ട്. എന്നാൽ ആരോഗ്യസ്ഥിതി അനുവദിക്കാത്തവർക്ക് യഥാശക്തി പഴവർഗ്ഗങ്ങൾ മാത്രമായോ ലഘുഭക്ഷണമോ കഴിച്ച് വ്രതം നോൽക്കാവുന്നതാണ്. പക്ഷേ മത്സ്യമാംസാദികൾ പൂർണ്ണമായും വർജിക്കണം എന്ന കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല. വ്രതദിവസം പരമാവധി സമയം ക്ഷേത്രത്തിൽ ചെലവഴിക്കുന്നതും ഓം ശരവണഭവ തുടങ്ങിയ മന്ത്രങ്ങളും സ്തോത്രങ്ങളും ജപിക്കുന്നതും സ്കന്ദപുരാണം പാരായണം ചെയ്യുന്നതും അതീവ ഗുണകരമാണ്. ഇനി നമുക്ക് സുബ്രഹ്മണ്യ ഭക്തരുടെ പ്രധാന പുണ്യസങ്കേതങ്ങളിലൊന്നായ ഒരപൂർവ ക്ഷേത്രത്തെക്കുറിച്ചറിയാം. പെരുമ്പാവൂരിനടുത്ത് രായമംഗലം ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന കൂട്ടുമഠം ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. 1000-ലധികം വർഷത്തെ പാരമ്പര്യമുള്ള ഈ മഹാക്ഷേത്രം മധ്യകേരളത്തിലെ അത്യപൂർവമായൊരു ബാലമുരുക ക്ഷേത്രമാണ്. കയ്യിൽ വേലേന്തി നിൽക്കുന്ന ഉഗ്രരൂപിയായ സുബ്രഹ്മണ്യനല്ല, മറിച്ച് നിഷ്കളങ്കമായ ബാലഭാവത്തിലാണ് ഭഗവാൻ ഇവിടെ കുടികൊള്ളുന്നത്. ഈ ക്ഷേത്രത്തിന്റെ ഉത്ഭവം തന്നെ ഒരൈതിഹ്യവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. കോട്ടയം ജില്ലയിലെ പാല, ഏറ്റുമന്നൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള 14 ബ്രാഹ്മണ ഇല്ലക്കാർ ഒരിക്കൽ ഇതുവഴി യാത്ര ചെയ്യുകയായിരുന്നു. യാത്രക്കിടയിൽ ക്ഷീണം തോന്നിയവർ തങ്ങളുടെ കൈവശമുണ്ടായിരുന്ന സുബ്രഹ്മണ്യ വിഗ്രഹം വിശ്രമിക്കാനായി നിലത്തുവെച്ചു. എന്നാൽ പിന്നീട് യാത്ര തുടരാൻ ഒരുങ്ങിയപ്പോൾ ആ വിഗ്രഹം അവിടെ നിന്നും ഉയർത്താൻ അവർക്ക് സാധിച്ചില്ല. എത്ര ശ്രമിച്ചിട്ടും വിഗ്രഹം അനങ്ങിയില്ല. ഇതൊരു ദിവ്യമായ അടയാളമായി അവർ കണ്ടു. ഭഗവാന് അവിടെ കുടികൊള്ളാനാണിഷ്ടമെന്ന് മനസ്സിലാക്കിയ അവർ വിഗ്രഹം അവിടെ തന്നെ പ്രതിഷ്ഠിച്ചു. 14 ഇല്ലക്കാർ കൂട്ടായി പ്രതിഷ്ഠ നടത്തിയതിനാലാണ് ഈ സ്ഥലം കൂട്ടുമഠം എന്നറിയപ്പെടുന്നത് എന്നാണ് ഐതിഹ്യം. ഈ ക്ഷേത്രത്തിന്റെ മറ്റൊരു സവിശേഷത ഇതിന് തൊട്ടടുത്ത് തന്നെ സ്ഥിതി ചെയ്യുന്ന പിതാവായ പെരേക്കാട് മഹാദേവന്റെ ക്ഷേത്രമാണ്. പിതാവായ പരമേശ്വരനും പുത്രനായ ബാലസുബ്രഹ്മണ്യനും ഒരേ ദിശയിൽ, അതായത് പടിഞ്ഞാറോട്ട് ദർശനം നൽകുന്ന അപൂർവമായൊരു ഘടനയാണിവിടെയുള്ളത്. അതുകൊണ്ടുതന്നെ കൂട്ടുമഠത്തിൽ ദർശനം നടത്തുന്ന ഭക്തർ പെരേക്കാട് പരമേശ്വരനെ കൂടി തൊഴുതാലേ ദർശനം പൂർണ്ണമാകൂ എന്നാണ് വിശ്വാസം. കൂട്ടുമഠം ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടുകളാണ് ഷഷ്ഠി പൂജയും ഷഷ്ഠിയൂട്ടും. മക്കളുടെ വിദ്യാഭ്യാസം, തൊഴിൽ, വിവാഹം തുടങ്ങിയ കാര്യങ്ങളിൽ ഐശ്വര്യപൂർണമായ ഭാവിക്കായി ഷഷ്ഠി ദിവസം ഭക്തർ ഈ വഴിപാടുകൾ നടത്തുന്നു. മകരമാസത്തിലെ ഷഷ്ഠി നാളിൽ ആരംഭിച്ച് തുടർച്ചയായ 12 ഷഷ്ഠി ദിവസങ്ങളിൽ പൂജ നടത്തിയാൽ ആഗ്രഹിച്ച ഫലം ഉറപ്പാണെന്നാണ് വിശ്വാസം. ജനുവരി 24-ന് വരുന്ന ഈ അതിവിശേഷമായ ഷഷ്ഠിക്ക് മക്കളുടെ പേരിൽ ഷഷ്ഠിയൂട്ട് നടത്തുന്നതും അത്യന്തം ഗുണകരമാണ്. ഈ പുണ്യദിനത്തിൽ ക്ഷേത്രദർശനം നടത്താനും വഴിപാടുകൾ സമർപ്പിക്കാനും ആഗ്രഹിക്കുന്നവർക്ക് ക്ഷേത്രവുമായി ബന്ധപ്പെടാവുന്നതാണ്. ഈ ഷഷ്ഠി വ്രതദിനം ഏവർക്കും അനുഗ്രഹപ്രദമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ശരവണഭവായ നമഃ.